അങ്ങനെ പില്ലോ ടാസ്ക് കഴിയുമ്പോഴേക്കും അർജുനും ഷീതുവും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉടലെടുക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. പില്ലോ ടാസ്കിൻ്റെ സമയത്ത് നെക്സ്റ്റ് ടീമിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ശ്രീതുവായിരുന്നു. ആ ഒരു സമയത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പില്ലോസും റിജക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ബാക്കി എല്ലാ ടീമും കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അവരെല്ലാവരും നെക്സ്റ്റ് ടീമിനെ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അപ്പോൾ ശ്രീതു വന്നപ്പോഴേക്കും അർജുൻ വിചാരിച്ചത് കുറച്ച് ഫെയർ ആയിട്ട് തന്നെയായിരിക്കും ശ്രീതു ഡിസിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ പില്ലോയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ശ്രീതു ഇങ്ങനെ ഒഴിവാക്കിയിട്ടു. അതായത് ഇതിന് ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ശ്രീതു ഒരു പില്ലോൻ്റെ നൂല് പൊട്ടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് പൊട്ടിച്ചെടുത്തത് കൊണ്ടാണ് അങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, അല്ലാതെ അത് ഓൾറെഡി അങ്ങനെ ഇരുന്നതല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു അത് അങ്ങനെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൂലിൻ്റെ ഇടയിലൊക്കെ കൈയിട്ട് നോക്കിയിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ തുന്നിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അർജുൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ഒന്നും സെലക്ട് ചെയ്യേണ്ട, മാറ്റി വെച്ചോളൂ, എല്ലാം മാറ്റി വെച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രീതു വന്നിട്ട് 2 എണ്ണം മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ മാഡം എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ശ്രീതു അർജുനും കൂടെ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീതു ഫെയർ ആയിട്ട് തന്നെയാണ് ഡിസിഷൻ എടുത്തത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്രീതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ ഫെയർ ആയിട്ട് എടുക്കും തന്നെയായിരുന്നു എൻ്റെയും വിശ്വാസം എന്നുള്ള രീതിയിൽ